Hello guys, welcome back to my YouTube channel. So നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിറ്റററി തിയറിയിലെ ഫിഫ്ത്ത് സെമിസ്റ്റർ ബി എ ഇംഗ്ലീഷിൻ്റെ മൊഡ്യൂൾ 3 ആണ് മാർക്സിസം എന്ന് പറയുന്ന മൊഡ്യൂൾ. സോ ഈ മൊഡ്യൂൾ ഭയങ്കര ലെങ്തി മൊഡ്യൂളാണ്. സോ അതിൽ മാർക്സിസം എന്ന് പറയുന്നൊരു ടോപ്പിക് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ നോട്ട്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ മാർക്സിസം എന്ന് പറയുന്നത് എന്താണ്? ഇത് സിമ്പിൾ നോട്ടാണ് കേട്ടോ. സോ മാർക്സിസം കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ജർമ്മൻ ഫിലോസഫേഴ്സാണ്. അവർ ഫിലോസഫേഴ്സ് മാത്രമല്ല എക്കണോമിസ്റ്റുകളാണ്. അവരാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതായത് മാർക്സിസത്തിൻ്റെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത് അവരാണ്. സോ മാർക്സിസം വാസ് എ പ്രൈമറി ആൻഡ് മെറ്റീരിയലിസ്റ്റ് ഫിലോസഫർ. Marx's Das Kapital was founded theoretical text in which he used to perspect war of capitalism and working class. So സിമ്പിളായിട്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ഏഞ്ചൽസിൻ്റെയും ഒരു കൺസിഡറേഷനിൽ ഫിലോസഫി, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ആണ് മാർക്സിസം എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ തിയറിയിൽ മാർക്സിസം എന്ന് പറയുന്നത് it implies reading and writing of literature from Marxist philosopher and historical perspectives. Historical perspective Marxist philosophers വിചാരിക്കുന്ന ലിറ്ററേച്ചർ തിയറി എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലൈസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ലിറ്ററേച്ചർ. മാർക്സിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മുടെ മാർക്സിസം എന്ന് പറയുന്നത്. ടെറി എഗ്ലറ്റൻ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്സിസം ഇസ് എ സയൻറ്റിഫിക് തിയറി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ഓഫ് ദ പാർട്ടിസിപ്പേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ദം. സോ മാർക്സിസം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ അതുപോലെ ട്രാൻസ്ഫോർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു തിയറിയാണ് മാർക്സിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മാർക്സിസത്തിൽ സ്ട്രഗിൾ ഓഫ് വർക്കിംഗ് ക്ലാസ് മെൻ ആൻഡ് വുമൻ്റെ ഒരു സ്ട്രഗിളാണ് ഈ ഒരു മാർക്സിസം എന്ന് പറയുന്നത്. സോ മാർക്സിസം ഹാസ് ടു ഡെലിവർ ദ സ്റ്റോറി ഓഫ് ദ സ്ട്രഗിൾ ഓഫ് മെൻ ആൻഡ് വുമൻ ടു ഫ്രീ ദംസെൽഫ് ഫ്രം സെർട്ടൈൻ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ. സോ അവരുടെ ചൂഷണങ്ങളും അതുപോലെ ഒപ്രഷൻ്റെ ഒക്കെ എതിരെ അവർക്ക് പോരാടാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്സിസം എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. ദർ ഇസ് നത്തിങ് അക്കാഡമിക് അബൌട്ട് ദ സ്ട്രഗിൾസ് ആൻഡ് വി ഫോർഗോട്ട് ദിസ് അറ്റ് അവർ കോസ്റ്റ്. സോ ഇതിൽ അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ മാർക്സിസം ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നതിൽ അദ്ദേഹം കൊടുത്തതാണ്. ടെറി എഗ്ലറ്റൻ എന്ന് പറയുന്ന ആൾ ക്രിട്ടിക്ക് കൊടുത്തതാണ്. ഇനി നെക്സ്റ്റ് ആണ് മാർക്സ് ഓർ ഏംഗൽസ് did not formulate a literary theory based on political and economical ideas or reading of history. They extended their thought and observation to realm of literature and arts and also to the social and cultural condition. സോ അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിറ്ററേച്ചർ ഒരു കാര്യം ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. they used applied to the literature and act as also social and cultural condition. അവർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷന് വേണ്ടി ആക്ട് ചെയ്യണം, അല്ലാതെ ഒരു രീതിയിലും അതെന്താണ് ഒന്നിനെ ഒരു രീതിയിൽ ഒന്നും ഫോമുലേറ്റ് ചെയ്യുന്നില്ല. അത് ആ ലിറ്ററേച്ചറിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. മാർക്സിസം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സ്കൂൾ റാദർ ദാൻ തിയറീസ് ഓഫ് മാർക്ക് ആൻഡ് ഫ്രെഡറിക് ഏഞ്ചൽ മാർക്കിൻ്റെ തിയറിയിൽ ഉപരി മാർക്സിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കൂളാണെന്നാണ് പറയുന്നത്. ഓക്കെ, so Marxism criticizes evolving school rather than the basic of theories of Marx and Friedrich Engels. Critics and theorists who have significantly observed or contributed to Marxism theory are criticism since. സോ ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രിട്ടിക്സ് ആ ഒരു മാർക്സിൻ്റെ അതുപോലെ ഫ്രെഡറിക് ഏഞ്ചൽസിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലാമിഡർ ലെനിൻ, അതുപോലെ ലിയോ ട്രോൾസ്കി, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റെയ്മണ്ട് വില്യംസ്, ടെറി എഗ്ലറ്റൻ, ഫ്രാങ്ക്ഫർട്ട് ഫിലോസഫേഴ്സ്. സോ ഫ്രാങ്ക്ഫർട്ട് ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലുള്ള ഫിലോസഫേഴ്സാണ് കേട്ടോ. സോ അത് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് പഠിക്കാനുള്ള
ക്രിട്ടിക്സ് അല്ലെങ്കിൽ അവർ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇവിടെ ഗ്രാംസ്കീനെ പറ്റി പഠിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ നോക്കുന്നത് ലൂയിസ് അൽത്തൂസറിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അവരെങ്കിലും നമ്മൾ വില്യം റെയ്മണ്ടിനൊക്കെ പറ്റിയിട്ട് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാനുള്ള പേര് രണ്ട് മൂന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു ഈഗിൾട്ടൺ, മാർക്സിസ് criticism is analysis of literature in terms of historical condition which was produced it. സോ അദ്ദേഹത്തിൻ്റെ ഇഗിൾട്ടൻ്റെ കൺസിഡറേഷൻ വെച്ചിട്ട് മാർക്സിസ്റ്റ് ഒരിക്കലും എന്താണ് കോൺഷ്യസ്നെസ് അല്ല ആ പേഴ്സണിനെ കാണിക്കുന്നത്, കോൺഷ്യസ്നെസ് അല്ല ആ പേഴ്സണിനെ കാണിക്കുന്നത്, സോഷ്യൽ ബീനാണ് ആ പേഴ്സണിനെ കൊണ്ടുവരുന്നത്. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ആണ്. സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു പേഴ്സണെ കാണിക്കുന്നത് അവരുടെ കോൺഷ്യസ്നെസ് അല്ല, ആ ഒരു ആളുടെ സോഷ്യൽ ബീയിങ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സൻ്റെ ആ ഒരു പേഴ്സൻ്റെ പുറമേ കാണിക്കുന്ന സ്വഭാവമാണ് ഒരാളെ കോൺഷ്യസിനോട്ട് കൊണ്ടുവരുന്നതെന്നാണ് ഈഗിൾട്ടൺ പറയുന്നത്. ഓക്കെ, മാർക്സ് ഡിഫൈൻഡ് ഹിസ്റ്ററി ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ വർക്കിംഗ് ക്ലാസ്, പ്രൊലൈറ്റേറിയൻ ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. സോ അതായത് വർക്കിംഗ് ക്ലാസ്സും അതുപോലെ ക്യാപിറ്റലിസ്റ്റിൻ്റെയും തമ്മിലുള്ള സ്ട്രഗിളിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദ ഫോഴ്സ് ആൻഡ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. സോ ഇതെന്ന് പറയുന്നത് സൊസൈറ്റിയുടെ എക്കണോമിക് സ്ട്രക്ചറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ഓൾസോ കോൾഡ് ബേസ് സ്ട്രക്ചർ ഓൺ വിച്ച് ദ സൊസൈറ്റി അറ്റ് ലാർജസ്റ്റ് ബിൽഡപ്പ്. സോ ബേസ് സൊസൈറ്റിയിലാണ് സൊസൈറ്റി ബിൽഡ് ചെയ്തിട്ടില്ല അല്ലേ. സൊസൈറ്റിയുടെ ഇക്കണോമിക് സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫോം, അതായത് ആ റിലേഷൻ ഓഫ് പ്രൊഡക്ഷനാണ് ബേസ് സ്ട്രക്ചർ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ബേസ് സ്ട്രക്ചർ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ലോ ഓഫ് ലിറ്ററേച്ചർ, കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ലിറ്ററേച്ചർ, ഐഡിയോളജീസ് മുതലായ കാര്യങ്ങളാണ് ബേസിൽ പറയുന്നത്. സോ ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് സൂപ്പർ സ്ട്രക്ചർ, ബേസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചറാണ്. സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻ്റാണ് ലിറ്ററേച്ചർ എന്നത്. സൂപ്പർ സ്ട്രക്ചർ ചെയ്യുന്നത് ഡസ് ദ റൂളിംഗ് ക്ലാസ് ഐഡിയാസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. ബേസ് ക്ലാസ്സിലാണ് പവർ കൂടുതൽ അല്ലേ, കൺട്രോൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ബേസ് ക്ലാസ്സിലാണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻറ്റ് മാത്രമാണെന്ന് പറയാം. സൂപ്പർ സ്ട്രക്ചറാണ് ഈ ഒരു റൂളിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് സൊസൈറ്റിയിലോട്ട്. ഓക്കെ, ഇതാണ് പിന്നെ അതിൽ പറയുന്നത്. ഭയങ്കര വലിയ പാരഗ്രാഫ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും എന്താ പറയുക, ഇംപ്ലൈഡ് മീനിങ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. സോ ഇവിടെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടോ. ബേസ് ആൻഡ് ഞാൻ ഇതിലത്തെ വായിക്കാം. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ റെഫർ ടു എ റിലേഷൻ ബിറ്റ്വീൻ ഇക്കണോമിക് ഓർ മെറ്റീരിയലിസ്റ്റ് കണ്ടീഷൻ ഇൻക്ലൂഡ് മെറ്റീരിയലിസ്റ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ കൾച്ചർ പ്രൊഡക്ഷൻ സച്ച് ആസ് art, education, law, religion, media, lifestyle, superstructure, etc. It suggests the basic determination and influence the superstructure to make it clear and materialistic state or condition of a society forms the social, cultural and appearance of the society. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ആളോടെ പറയുന്നത്. ബേസ് സ്ട്രക്ചറിനെ പറ്റിയിട്ടും സൂപ്പർ സ്ട്രക്ചറിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ടെക്സ്റ്റിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് Marxist modified this theory and stated that the relationship between base and superstructure is dialect. സോ മാർക്സിസ്റ്റ് മോഡിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിൻ്റെയും സൂപ്പർ സ്ട്രക്ചറിൻ്റെയും റിലേഷൻ എന്ന് പറയുന്നത് ഡയലക്റ്റാണ്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അതായത് മ്യൂച്വലി ഇൻഫ്ലുവൻസ് അല്ല, മ്യൂച്വലി അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് എന്നാണ് ആര് പറയുന്നത്, റേമണ്ട് വില്യംസ്. റേമണ്ട് വില്യംസ് ഈ ഒരു മാർക്സിൻ്റെ ഈ ഒരു തിയറി, അതായത് ഡയലക്റ്റ് ആണെന്നുള്ളതിനെ ആ ഒരു പൊസിഷനെ അപ്ഹെൽഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതായത് ആ പൊസിഷനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളല്ലേ. കാരണം ബേസും അതുപോലെ സൂപ്പർ
സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് മ്യൂച്വലി ഇൻഫ്ലുവൻസ്, അതായത് പരസ്പരം അറിയുന്ന രണ്ട് ആൾക്കാരാണ്, അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ റേമണ്ട് വില്യംസും ഈ ഒരു മാസിൻ്റെ ഈ ഒരു മോഡിഫിക്കേഷൻ തിയറിയിൽ അദ്ദേഹം ഉറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാസസ് ഫിലോസഫൽ അപ്രോച്ച് ടു ദ വേൾഡ് ഇസ് ബേസ്ഡ് ഓൺ ഡയലക്റ്റ് മെറ്റീരിയലിസം. ഡയലക്റ്റ് മെറ്റീരിയലിസം, അതായത് മെറ്റീരിയൽസിൻ്റെ ബേസ് ആണല്ലോ ഹിസ്റ്ററിയൻ ഡയലക്റ്റ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ബേസിൽ മാർക്സിസ്റ്റ് ഫിലോസഫർ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ബിലീവ്സ് ദാറ്റ് ദ വേൾഡ് ഇസ് മെയ്ഡ് ഓഫ് മാറ്റേഴ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഒബ്ജക്റ്റ് റിയാലിറ്റി. സോ വേൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഐഡിയാസ് അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, മാറ്റേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ റിയാലിറ്റി കൊണ്ടാണ് ഉണ്ട്. ഐഡിയാസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇൻ്റർപ്ലേ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോഴ്സിൻ്റെ ഒക്കെ ഒരു ഒറിജിനേഷനിലാണ്. മാർക്സിസം റിജക്ട് ദ ഫിലോസഫിക്കൽ പൊസിഷൻ ദാറ്റ് ഐഡിയ ക്രിയേറ്റ് ആൻഡ് കൺട്രോൾ ദ മെറ്റീരിയൽ വേൾഡ്. സോ ഇവിടെ പൊസിഷൻ ദാറ്റ് ഐഡിയ ക്രിയേറ്റ് ആൻഡ് കൺട്രോൾ ദ മെറ്റീരിയൽ വേൾഡ്. മാർക്സിസം എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യുന്ന എന്തിനാണ്, ഫിലോസഫിക്കൽ പൊസിഷൻ, ആ ഐഡിയ ക്രിയേറ്റ് ചെയ്യും കൺട്രോൾ ചെയ്യുന്ന മെറ്റീരിയൽ വേൾഡിനെ അത് റിജക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ഇസ് ദാറ്റ് ദ ഡയലക്റ്റ്. ഇൻ കോൺട്രാസ്റ്റ് ടു ദാറ്റ് അബ്സ്ട്രാക്റ്റ് way of thinking, dialect takes things in its totality with the interrelation, contradiction and conflict. So ഇവിടെ interrelations വരുന്നുണ്ട്, കോൺട്രാക്ഷൻസും കോൺഫ്ലിക്ട്സും വരുന്നുണ്ട്. എവറിത്തിങ് എക്സെപ്റ്റ് ചേഞ്ചസ്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചേഞ്ച് ചെയ്യാനുള്ളത് അതിനെ ചേഞ്ച് ചെയ്യാനായിരിക്കും. സോ ഡയലക്ട് സ്റ്റേറ്റ്സ് ഹിം ഇൻ ദുർഹിംഗ്രിങ് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ഫെഡറിക് ഏഞ്ചൽസ് പറയുന്ന ഒരു കാര്യമാണ്, ഈസ് നത്തിങ് മോർ ദാൻ സയൻസ് ഓഫ് ജനറൽ ലോസ് ഓഫ് മോഷൻ ആൻഡ് ഡെവലപ്പ് ഓഫ് നേച്ചർ, ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് തോ. സോ അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. റൈമണ്ട് വില്യംസ് സമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ മാർക്സിസത്തിനെ പറ്റിയിട്ട്, ക്രിറ്റിസിസം വിത്ത് എസ്തെറ്റിക് ആസ് 3 മെയിൻ കൈൻഡ്. ക്രിറ്റിസിസം വിത്ത് എസ്തെറ്റിക് എന്ന് പറയുന്ന 3 മെയിൻ കൈൻഡാണ്. ഫസ്റ്റ് വൺ ആൻ അറ്റംപ്റ്റ് അസിമുലേഷൻ ഓഫ് ലിറ്ററേച്ചർ ഇൻ ടു ഐഡിയോളജി. ഒരു ലിറ്ററേച്ചറിനെ ഐഡിയോളജിയോട്ട് അസിമുലേറ്റ് ചെയ്യുക. ആൻ ഇഫക്റ്റീവ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻക്ലൂഷൻ ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. ഒരു ഇമ്പോർട്ടൻ്റ് അതുപോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ. ഓക്കെ. തേർഡ് വൺ ആണ് എ സബ്സ്റ്റിറ്റൈൻഡ് ബട്ട് ഈവൻ അറ്റംപ്റ്റിങ്. സോ അതൊന്നും കൂടുതലായിട്ട് നമ്മൾ എന്താണെന്നുള്ളത് മാത്രം നോക്കി വെച്ചാൽ മതി. സോ മാർക്സിസം എന്നൊക്കെ മിക്കവാറും ചോദിക്കാൻ സാധ്യത 3 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യത. ഓക്കെ. നെക്സ്റ്റ് ആണ് ഐഡിയോളജി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് മാർക്സിസത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആയിട്ടാണ് ഇവിടെ ഐഡിയോളജീനെ പറയുന്നത്. സോ മാർക്സിസം ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിത്ത് മാസ് ആൻഡ് ഡെവലപ്ഡ് ബൈ ലേറ്റർ തിയറിസ്റ്റ്. അക്കോർഡിംഗ് ടു മാസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഫോൾസ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു സിസ്റ്റമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. Knowledge about the real economic structure of society and the powerful relation with it, this false consciousness prevent people from understanding their position in society with respect of mode of production. So അദ്ദേഹം പറയുന്നത് ഈ നോളജും അതുപോലെ റിയൽ എക്കണോമിക് എന്നൊക്കെ പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പിൻ്റെ പവറാണല്ലേ. ഫോൾസ് കോൺഷ്യസ്നെസ് എങ്ങനെയാണ് പീപ്പിളിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അത് മാത്രമല്ല അവരുടെ പൊസിഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. ആൻഡ് ഓൾസോ ഇറ്റ് ബിലോങ് ടു ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. അതൊരു സൊസൈറ്റിയുടെ സൂപ്പർ സ്ട്രക്ചർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിറ്ററേച്ചർ ഇസ് വ്യൂഡ് ബൈ മാർക്സിസ്റ്റ് ആസ് എ സബ്സെറ്റ് ഓഫ് ഐഡിയോളജി. ഐഡിയോളജിയുടെ സബ്സെറ്റ് ആയിട്ടാണ് ലിറ്ററേച്ചർ മാർക്സിസ്റ്റുകാർ വിചാരിച്ചിട്ടുള്ളത്. വിച്ച് ഹവർ പോസസ് ലിമിറ്റ് ഓഫ് ഓട്ടോണമി. സോ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു പ്രോസസ്സ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. Eagleton says that ideology works in such a way that the social domination of one class over another is seen by most people as nature or seen at all. Okay.
അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന് എഗ്ലറ്റൻ്റെ അടിസ്ഥാനത്തിൽ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ, ലെജിമിനേഷൻ ഓഫ് പവർ, ഒരുപാട് കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്യാണ്ട്. എന്തിനൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ ഗ്രൂപ്പിലും അതുപോലെ ക്ലാസ്സിലും. ഐഡിയോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഐഡിയോളജി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ കോംപ്ലക്സ് പ്രോസസ് ഓഫ് മേക്കിംഗ് മീനിങ്, സയൻസ്, വാല്യൂസ് ആൻഡ് കൺവെൻഷൻ ഇൻ എ സൊസൈറ്റി വിച്ച് ലെജിമൈസ് ദ ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പവർ. സോ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, ഐഡിയോളജി എന്ന് പറയുന്നത് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ആസ് എ കോംപ്ലക്സ് പ്രോസസ്. ഒരു കോംപ്ലക്സ് പ്രോസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. മേക്കിംഗ് മീൻസ് സൈൻ, വാല്യൂസ് ആൻഡ് കൺവെൻഷൻ ഇൻ എ സൊസൈറ്റി which legitimize the dominant political power. അതിലൊരു dominant political power ഉണ്ടാവും. It was Louis Althusser who gave a clear definition to concept by combining the theoretical perspective of Marx, Gramsci and Lacan. സോ ഇവിടെ ലൂയിസ് ആൽത്തൂസർ ഒരു ക്ലിയർ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ആരുടെ കൺസെപ്റ്റ് കമ്പൈൻ, അല്ലെങ്കിൽ ആരുടെ കൺസെപ്റ്റ് ചേർത്തിട്ട് ഈ 3 പേരുടെയും, അതായത് മാർസിൻ്റെയും അതുപോലെ മാർക്സിൻ്റെയും ഗ്രാംസ്കീൻ്റെയും അതുപോലെ ലാക്കൻ്റെയും ഒക്കെ ഒരു കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹം ഒരു ക്ലിയർ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ ഹി ഡിഫൈൻ ദ ഐഡിയോളജി സ്റ്റേറ്റ് ഓഫ് അപ്രൻറ്റിസസ്. സോ ISAനെ പറ്റിയിട്ടും അദ്ദേഹം സൈലൻ്റായിട്ട് ലെജിമിറ്റൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാലിഡേഷൻ പൊളിറ്റിക്കൽ പവേഴ്സും ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ പവേഴ്സിൻ്റെ വാലിഡേറ്റ്സിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ലെജിമിറ്റൈസിനെ പറ്റിയിട്ട് സൈലൻ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. റേമണ്ട് വില്യംസ് കാറ്റഗറൈസ് സോഷ്യൽ സ്ട്രക്ചർ വേരിയൻസ് ആസ് റെസ്യൂഡൽ, ഡോമിനൻ്റ് ആൻഡ് എമർജൻറ്റ്. സോ റേമണ്ട് വില്യംസ് ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെസ്യൂഡൽ, ഡോമിനൻ്റ് ആൻഡ് എമർജൻറ്റ്. ഡോമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡോമിനൻ്റ് ഇസ് ദ ഐഡിയോളജി ദാറ്റ് ഫോളോഡ് ബൈ ദ മെജോറിറ്റി ഇൻ ദ പ്രസൻറ്റ്. അതായത് ഡോമിനൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. റെസ്യൂഡൽ ഐഡിയോളജി എന്ന് പറയുന്നത് ഡിനോട്ട് ഐഡിയോളജി ദാറ്റ് ആർ ഔട്ട്ഡേറ്റഡ് ബൈ സ്റ്റിൽ എക്സിസ്റ്റ് ആസ് എ റെസ്യൂഡൽ. സോ റെസ്യൂഡൽ ഐഡിയോളജി എന്ന് പറയുന്ന ഐഡിയോളജീസ് മുന്നേ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോഴും റെസ്യൂഡൽ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. എമർജൻറ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ് ഐഡിയോളജി ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഡോമിനൻ്റ് ആൻഡ് വിൽ ബി ഡയറക്റ്റ് ഒപ്പോസ് ടു ദ എക്സ്റ്റേണൽ ഡോമിനൻ്റ് ഐഡിയോളജി. സോ അതൊരു എമർജിങ് ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു കാലത്ത് അത് ഡോമിനൻ്റ് ആവും, പക്ഷെ അത് ഓപ്പോസിറ്റ് എക്സിസ്റ്റിംഗ് ഡോമിനൻ്റ് ഐഡിയോളജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാവും അത് ഡോമിനൻ്റ് ആവുക എന്നാണ് പറയുന്നത്. Following Althusser, Frederick Jameson also connect ideology to the concept of Lacan. So ഇവിടെ ആൽത്തൂസർ അതുപോലെ ഫെഡറിക് ജെയിംസ് ഒക്കെ അവരവരുടെ ഐഡിയോളജീസ് ലാക്കൻ്റെ ഒരു കൺസെപ്റ്റിനായിട്ട് അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഫോളോയിങ് ആൽത്തൂസേഴ്സ് ഹി reiterates that ideology is the presentation of subjects imagination relationship to his or her real condition of existence. സോ ആൽത്തൂസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ. റെപ്രസെൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇമേജറി റിലേഷൻഷിപ്പ് ടു ഹിസ് ഓർ ഹെർ റിയൽ കണ്ടീഷൻ. അതൊരു ഇമേജിനറി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അവൻ്റെയോ അവളുടെയോ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ. ജെയിംസ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ ഐഡിയോളജിക്കൽ ഡോമിനൻ്റ് ഓഫ് ഈച്ച് ഹിസ്റ്റോറിക്കൽ പീരിയഡ്. ജെയിംസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ ഐഡിയോളജിക്കൽ ഡോമിനേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് mapping of presentation will help people to change the dominant ideology to postmodern. So dominant ആയിട്ട് മാപ്പിംഗ്, കോഗ്നേറ്റീവ് മാപ്പിംഗ്, അതായത് ഡോമിനേറ്റഡ് ഐഡിയോളജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു കഴിവ് പ്രസൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ആൾക്കാരെയും ഡോമിനൻ്റ് ഐഡിയോളജിയിൽ നിന്ന് പോസ്റ്റ് മോഡേണിലോട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നാണ് ജെയിംസൺ ഫീൽ ചെയ്യുന്നത് എന്നാണ് അവസാനം അതാണ് പറയുന്നത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ആൻഡ് മാർക്സിസത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. പിന്നെ ഓരോ തിയറിസ്റ്റുകളെ പറ്റിയിട്ടും തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വലിയൊരു മൊഡ്യൂളാണ് കേട്ടോ, ഭയങ്കര വലിയൊരു മൊഡ്യൂളാണ്. ഒരുപാട് കാര്യങ്ങളും ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ 3 മാർക്സിസം എന്ന് പറയുന്ന ഭാഗമാണ്. സോ ടെക്സ്റ്റിൽ പേജ് നമ്പർ 47, 48, 49, 50, 51 ഒക്കെ ആയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇത് അണ്ടർലൈൻ ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ട് പഠിച്ചു പോയാലും നമ്മൾ പാസ്സാവാത്തൊക്കെ രീതിയിലുള്ളതാണ് ഈ നോട്ട്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.